നമ്മുടെ വണ്ടി കഴിയാൻ വേണ്ടി വന്നതാണ്. വണ്ടിയുടെ നമുക്ക് കയറ്റി അതെല്ലാം ഇതൊക്കെ എല്ലാം എടുത്ത് മാറ്റിയിട്ടത് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. വേണ്ടത് കഴുകി സെറ്റാക്കണം. അടിഭാഗം ഞാൻ കാണിച്ചു തരാം കേട്ടോ. 500 പൈസ തന്നെ അല്ലേ. ഇതാണ് നമ്മുടെ വണ്ടി കഴുകുന്ന ആള്. അയ്യോ ഇതാണോ നോക്കി, വലിയ കുഴപ്പമില്ല ഉണ്ടോ. അപ്പോൾ അടിഭാഗം എല്ലാം ഒന്ന് അടിച്ച് കഴുകണം. അപ്പം അതാണ് നമ്മൾ വണ്ടി കയറ്റിയത് കേട്ടോ. മഴക്കാലമൊക്കെ ഉണ്ട് അല്ലേറോ, മഴക്കാലമൊക്കെ ആയതുകൊണ്ട് നമ്മൾ അതേപോലെ അതെ കഴുകാൻ വേണ്ടി പോവുകയാണ്. തുടങ്ങിക്കോ, ഒന്നും നോക്കണ്ട. നമ്മുടെ ചെല്ലാനത്ത് ഇന്നലെ രാത്രി അല്ലേ റോഡ്? ഇന്നലെ രാത്രി അല്ലായിരുന്നോ? ഇന്നലെ രാത്രി ഒരു എത്ര വണ്ടി എത്തിച്ചിട്ടുണ്ടോ? 5 വണ്ടി എത്തിച്ചിട്ടുണ്ടോ? ഒരു ഓട്ടോ മൊത്തത്തിൽ കത്തിയല്ലേ? ഓ, പിന്നെ ഞാനിപ്പോൾ കാണിച്ചത് ഒരു കാറ് അതൊക്കെ കത്തിയിട്ടുണ്ട് കേട്ടോ. കാറിനെ മൊത്തം കത്തിയിട്ടില്ല, ഒരു സൈഡ് മാത്രമേ കത്തിയുള്ളൂ. അപ്പോൾ ആരോ കണ്ട് അതപ്പോൾ തന്നെ അവർക്ക് എടുത്തി. ഓട്ടോൻ്റെ മേൽഭാഗവും ഇതൊക്കെ കത്തിയിട്ടുണ്ട്. പിന്നെ കമ്പനിപ്പടിയിലും കത്തിയിട്ടുണ്ട്. കൊണ്ടുപറമ്പിൽ ഒരു ഓട്ടോ കത്തിയിട്ടുണ്ട്. ആരോ ഇന്നലെ രാത്രി പിള്ളേരാരോ ഒക്കെ ചെയ്തെന്ന് പറഞ്ഞേ. പോലീസിന് CCTVയിൽ അവരെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞേ. പിടിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ലത്. കാരണം എത്ര രൂപയുടെ മുതലാ അല്ലേറോ? രൂപയുടെ മുതലല്ലേ ഇപ്പോൾ അവന്മാരെ കത്തിച്ചാൽ നിലവിൽ 4 ലക്ഷം രൂപ ഉണ്ടാ. ആകെ ഓട്ടോക്ക് തന്നെ ഉണ്ട് 3 രൂപ, 3.4. ആ വീൽ കപ്പിലൊക്കെ അടിച്ചു കേട്ടോ, വീൽ കപ്പില്. നമ്മളെ വണ്ടിയുടെ ആകമൊക്കെ കഴുകി നോക്കിയേ, മൊത്തം ക്ലീനാക്കി സെറ്റാക്കി കേട്ടോ. എല്ലാം അടിച്ച് കഴുകി സെറ്റാക്കി. അടിഭാഗമൊക്കെ ആണെങ്കിലും കഴുകി നീറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓയിൽ അടിക്കണം അടിയിൽ, അല്ലെങ്കിൽ ശരിയാവില്ല. ഓയിലും കൂടി അടിക്കാൻ വേണ്ടി ബാക്ക് നോക്കിയാൽ കഴുകി തുടച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ സൈഡ് സ്റ്റിക്കർ ഒട്ടിച്ച് കേട്ടോ. സ്ക്രാച്ച് വന്ന ഭാഗത്തൊക്കെ സ്റ്റിക്കർ ഒട്ടിച്ച് കവർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ഓയിൽ അടിച്ചേട്ടാ, പയ്യെ നൈസായിട്ടൊന്ന് അടിച്ചിട്ടിട്ടുണ്ട് തട്ടിലൊക്കെ. റോജ് അടിഭാഗത്ത് അടിച്ചോണ്ടിരിക്കുന്നു. എല്ലാം അഴുക്കൊന്നും ഇല്ലല്ലേ? എന്നാ നല്ല കനത്തിലടിച്ചോ താഴത്ത്. റോജൊന്നും വയറില്ല. അപ്പൊ ഗൈസ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ വണ്ടി ബൈക്കൊന്ന് സ്റ്റാർട്ടാക്കാൻ. കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ബൈക്ക് സ്റ്റാർട്ടാക്കാത്തതുകൊണ്ട്, സ്റ്റാർട്ടാക്കാത്തതല്ല എടുക്കാത്തതുകൊണ്ട് സ്റ്റാർട്ടാവുന്നില്ല ശരിക്കും പറഞ്ഞാൽ. ഒരാഴ്ച മേലെ ഈ വണ്ടി സ്റ്റാർട്ടാക്കാനിട്ട്. അപ്പോൾ നമ്മുടെ ചാർജറിനെ വിളിച്ച് വരുത്തിയിട്ടുണ്ട്. അതായത് മെക്കാനിക്കലാണ്. പുള്ളിയപ്പോൾ വന്ന് അവിടെ വന്നിട്ട് നമുക്ക് വണ്ടി സ്റ്റാർട്ടാക്കി തരും. അപ്പോൾ പുള്ളിപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മളെ വണ്ടിയുടെ അടുത്തേക്ക് പോകാം. ബൈക്കിൻ്റെ അടുത്തേക്ക് പോയിട്ട് വേണം ബൈക്കൊന്ന് സ്റ്റാർട്ടാക്കി എടുക്കാൻ. കാരണം ലോക്കൽ ഓട്ടോ എല്ലാം ഇനി ബൈക്കിലാക്കിയാലും ശരിയാവില്ല. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ബൈക്കിൻ്റെ അടുത്തേക്കാണ് പോകേണ്ടത്. ഏകദേശം അടി തീരാനായിട്ടുണ്ട്. ഈ വീൽ കപ്പൊക്കെ ഞാൻ അഴിച്ച് തുടച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്നും ഇവന്മാർ ചെയ്ത് തരുന്നില്ല, അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതഴിച്ചിട്ട് ഇവിടെ ഒരു ക്ലാമ്പ് വരുന്നുണ്ട്, ഇതുണ്ടോ? ക്ലാമ്പിലൊക്കെ ഞാൻ ഗ്രീസൊക്കെ പെട്ടിട്ടുണ്ട് കേട്ടോ. കാരണം തുരുമ്പാൻ ചാൻസ് വളരെ കൂടുതലാണ്.
അപ്പം അതുകൊണ്ട് 3 വീലിനെ ഞാൻ കപ്പ കഴിച്ചിട്ട് നമ്മൾ ഗ്രീസൊക്കെ തേച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ മോട്ടർ വർക്ക് ചെയ്യണ സൗണ്ടായി. അതേപോലെ തന്നെ അത് നൈസൊരു സ്ക്രാച്ച് വന്നങ്ങനുണ്ട്. ഏതോ സൈഡ് എടുത്ത് പോയപ്പോൾ സ്ക്രാച്ച് ആക്കണാണ്. അടി കഴിഞ്ഞോ? മുകളിലേക്ക് അടിക്കലോ? അപ്പൊ നമ്മുടെ വണ്ടി ഇവിടെ നിന്ന് എടുത്തോണ്ട് നമുക്ക് നമ്മുടെ ബൈക്ക് കൂടി സ്റ്റാർട്ട് ആക്കണം. എന്നിട്ടാണ് നമുക്ക് ഒരു മരിപ്പൂരിലേക്ക് പോകാൻ. ഒരു 16 പോകാൻ. 2 പരിപാടി അറ്റൻഡ് ചെയ്തിട്ടാണ് ഇന്ന് വൈകുന്നേരം ഓട്ടത്തിന് പോകാൻ. സെറ്റല്ലേ? അപ്പുറത്തോട്ട് അടിക്കാണ്ട. അപ്പോൾ ഗൈസ് നമ്മപ്പോൾ പാലത്തിൻ്റെ അവിടെ വന്ന് നിൽക്കണം കേട്ടോ. ഷാറു ചേട്ടൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണേ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ബൈക്ക് റെഡിയാക്കി എടുക്കാറുണ്ട്. അപ്പോൾ പുള്ളി ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓട്ടോ കഴുകി സെറ്റാക്കിയുണ്ട്. ഇത് ഞാൻ മൊത്തത്തിൽ കാണിച്ചു തരാം കേട്ടോ. കഴുകി സെറ്റാക്കിയിട്ടേക്കണം കേട്ടോ. മൊത്തം ഓയിലടിച്ച് വെയിൽ കാരണം കേട്ടോ. ഈ ഒരു മൊത്തത്തിൽ കഴുകിയാണ്ട് സെറ്റാക്കി. ഞാൻ പറഞ്ഞ പോലെ ഓയിലൊക്കെ തട്ടിലടിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം മഴക്കാലമാണ്, തുരുമ്പ് കയറാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓയിലടിച്ചിട്ടാണ്. നൈസായിട്ട് അടിച്ചുള്ളൂ, വലിയ ഹെവി ആയിട്ടൊന്നും അടിച്ചിട്ടൊന്നുമില്ല. നൈസായിട്ട് 2 തട്ടിലും അടിച്ചിട്ടുണ്ട്. ചന്ദനം പോയിട്ടില്ല, നമ്മൾ പൂജിച്ച ചന്ദനം ഇപ്പോഴും അങ്ങനെ തന്നെ കഴുകിയിട്ടും പോയിട്ടില്ല കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ പുറകിൽ നിന്നുണ്ടത് ശാന്തി അന്ന് തൊട്ട് ആ ഒരു പാട് ഇപ്പോഴും ഉണ്ട് ഉണ്ടോ. അത് പോയിട്ടില്ല. എന്തായാലും അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ അവിടെ നിന്ന് വണ്ടി തന്നെ ഉണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി മാറ്റി കൊടുക്കണം ഗൈസ്. നോക്കിയേ, അപ്പോൾ നമ്മ ഓട്ടോയിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണ കേട്ടോ. നോക്കിയാൽ നമ്മുടെ കുഴിയൊക്കെ നോക്കിയേ നൈസായിട്ട് എടുക്കണം അവിടെ കൂടി. ഷാരൻ ചേട്ടൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബൈക്ക് സ്റ്റാർട്ടാവും ഇല്ലെന്ന് അറിയില്ല. ഞാൻ കുറേ നോക്കിയായിരുന്നു. നമുക്കിവിടെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ. ഷാരൻ ചേട്ടനുണ്ട്. ഷാരൻ ചേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ വണ്ടി ശരിയാക്കാൻ ടൂൾസൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അവസ്ഥ എന്തായി തീരുമെന്തോ. പ്ലഗ് എന്തായാലും നോക്കിക്കോ. ഞാൻ കുറേയൊക്കെ നോക്കിയതാണ്. പ്ലഗ് കഴിച്ചിട്ടില്ല. ഓയിലൊക്കെ ചെക്ക് ചെയ്യാം. ഓയിലൊക്കെ കുഴപ്പമില്ല. ഇതെടുക്കാതെ ഇരുന്ന് മഴയും കറക്റ്റായിട്ട് കൊണ്ടിട്ടേ. പ്ലഗ് ചെറിയ പ്ലഗ് ആയിരുന്നല്ലേ? വലിയ പ്ലഗ്. ഞാൻ വലിയ പ്ലഗ് എടുത്തേക്കണം ചെക്ക് ചെയ്യാനായിട്ട്. ആണോ? അത് സൂട്ടാവൂല? അല്ല, അത് ഫുള്ളായിട്ട് ഇറങ്ങൂല. ഇതിന് ഇത് തന്നെ വേണ്ടി വരും. ഇത് പ്ലഗ് ആകെ പോയിരിക്കാനുള്ള കരിഞ്ഞല്ലേ? കറണ്ട് വരുന്ന നോക്കട്ടെ. കറണ്ട് വരുമോ? നോക്കി. ഞാൻ മീനാക്കാൻ വേണ്ടി പോകണ്ട. അപ്പോൾ പുള്ളി ഇവിടെ ആണത് സെറ്റായിക്കൊണ്ടിരിക്കുക. നമ്മുടെ ബാറ്ററി ഒക്കെ ഡൗൺ ആയിട്ടുണ്ട്. എന്താ ഇതിൻ്റെ അവസ്ഥ? എന്താ കാക്കുറുപ്പ് അല്ലേ? ഇത് സ്റ്റാർട്ടാവോ? കറണ്ട് വരുന്നില്ലല്ലേ? ഇങ്ങനെ പൊട്ടിയാൽ മതിയോ? CD കൊണ്ടിട്ടിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ സ്റ്റാർട്ടാവുമെന്നാണ് നമ്മുടെ ഏട്ടായി പറയുന്നത്. താക്കോലെന്തേ? താക്കോൽ ഇവിടെ കൊണ്ട്. താക്കോൽ ഇവിടെ. താക്കോൽ ഇല്ല, ഇവിടെ ഇല്ല, അപ്പുറത്തായിരിക്കും. ഓക്കെ, അതല്ലേ? അപ്പോൾ അത് തന്നെ സംഭവം. അപ്പോൾ CD യൂണിറ്റ് ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കോൾഡ് സ്റ്റാർട്ട് വണ്ടിയെല്ലാം
സ്റ്റാർട്ടാകും അല്ലേ? തണ്ടേ പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് ഒരു കാർ കൂടി അങ്ങനെ കത്തിക്കാൻ നോക്കിയിട്ടുണ്ട് ആ തറയപ്പറമ്പ് പാലത്തിൻ്റെ അവിടെ. നമ്മളെ ബാറ്ററി മാറ്റി ചേട്ടായി കൊണ്ടുവന്ന ബാറ്ററി ഒന്നിട്ട് സ്റ്റാർട്ടാക്കാൻ നോക്കണം കേട്ടോ. കാരണം കിക്കർ അടിച്ചിട്ട് അനങ്ങണില്ല. പിന്നിപ്പോൾ അതാണ് ഇനി. അതാകുമ്പോൾ ഈ ബാറ്ററി ഓൾറെഡി പവറുള്ളതല്ലേ? അടിക്കട്ടെ? അങ്ങനെയല്ലല്ലോ. ചാട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. താപരതായിരിക്കും. വന്നില്ലല്ലോ. ആ ഓക്കെ. വന്നില്ലല്ലോ. കറണ്ട് കട്ടാവണ്ടല്ലോ. അല്ലേ? അല്ല കിക്കർ ഞാനേ അവിടെ പോകുന്നു കേട്ടോ. പുള്ളി അത് കാർബറേറ്റർ കഴിച്ച് ക്ലീൻ ആക്കിയിട്ട് വേണം സ്റ്റാർട്ടാക്കാൻ. കാരണം ഇത്രയും ദിവസമായല്ലോ. അപ്പോൾ നമുക്ക് ഒരു 16 ഒരു മരിപ്പുണ്ട്. അപ്പോൾ മണി 11 12 മണിക്കാണ് ആ മരിപ്പ് എടുക്കണേ. 11 മണിയായിട്ട് അത് അവിടെ പോയിട്ട് വരണം. അപ്പോൾ ആ വണ്ടി സ്റ്റാർട്ടാവോ ഇല്ല എന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അല്ലാതെ ഇതിന് നടപടി ആയില്ല. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങളൊക്കെ എല്ലാം ഞാൻ പുറകെ ഇടാം. ഓക്കെ.